സഫ മറുവ. ഇപ്പോൾ അവിടെ വെള്ളം ഇല്ലാതായി, കുഞ്ഞു കരയാൻ തുടങ്ങി, ഉമ്മ ബേജാറായി, അവസാനം ഉമ്മയെ കൊണ്ട് പടച്ചവൻ പണിയെടുപ്പിക്കാൻ. എന്ത് അധ്വാനത്തിന്റെ ബാക്കിൽ ഒരു ഫലം കിട്ടും. അപ്പൊ ആ ഉമ്മ പോയ വഴി വലിയ കുന്നാണ് സഫ. മോള് കയറി നോക്കി, എവിടെയും ഒന്നും കാണാനില്ല. ബേജാറായി മറുവെ കയറി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവർ. ആ ഓട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഓട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ കല്ലിൽ തട്ടി വീണിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മല കയറി അവർ ഓടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കാല് പൊട്ടിയിട്ടുണ്ടാവും. അതൊരു ഉമ്മയുടെ ബേജാറാണ്. അത് നമുക്ക് ആലോചിക്കാം. കാരണം ഇപ്പൊ നമ്മൾ യാതൊരു പൊടിയും പറ്റാതെ വളരെ സുന്ദരമായി ടൈലും മാർബിളിലൂടെ നടക്കുകയാണ് ദേശീയ. പക്ഷെ അന്ന് എവിടെയാ? അന്ന് ഈ 2 പർവ്വതം തന്നെ നല്ല ഹൈറ്റാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അവസാനം അവർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പടച്ചോന്റെ സഹായം കിട്ടുക. അപ്പൊ ഏതൊരു സഹായത്തിന്റെയും ബാക്കിൽ ഒരു അധ്വാനം വേണം. ആ അധ്വാനത്തിന്റെ ഫലമാണ് സംസം.